ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. സിനിമയുടെ പേര് എനിക്ക് മറന്നുപോയി. അറിയാന്നുള്ളൊരു താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എൻ്റെ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ, കണ്ണട മാറ്റി കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അതുപോലെയാണ് ഗ്ലോബൽ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഗ്ലോബൽ മാർക്കറ്റിന്റെ വിൻഡോ നോക്കാനേ പേടിയാണ്. ഗ്ലോബൽ മാർക്കറ്റ് ഏകദേശം വലിയൊരു നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസ് ഏകദേശം 900 പോയിന്റോളം അടുപ്പിച്ച് നെഗറ്റീവ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് റിക്കവർ ആകുന്നുണ്ട്. 824 പോയിന്റ് ഡൗ ജോൺസ് നെഗറ്റീവാണ്. നസ്ഡാക്ക് 726 പോയിന്റ്, ഏകദേശം 4% അടുപ്പിച്ച് നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസ് ഏകദേശം 2% ഉള്ളൂ, പക്ഷെ അതിന്റെ ഡബിളാണ് നസ്ഡാക്ക്. 4% അടുപ്പിച്ച് നെഗറ്റീവാണ്. പക്ഷേ അവിടെ എല്ലാം കട്ടയ്ക്ക് ഗിഫ്റ്റ് നിഫ്റ്റി പിടിച്ച് കൊണ്ട് 49-50 പോയിന്റ് അടുപ്പിച്ച് നെഗറ്റീവാണ്. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈനിന്റെ താഴെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഇതൊരു വളരെ വലിയൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 ദിവസം ഇവിടെ റിജക്ഷൻ വന്നു. അടുത്ത് വീണ്ടും കഴിഞ്ഞ 3 ദിവസം വ്യാഴം, വെള്ളി, തിങ്കൾ, ഈ 3 ദിവസവും ഇതൊന്ന് ബ്രേക്ക് ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്ട്രോങ് റിജക്ഷൻ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുകളിലൊരു ക്ലോസിംഗ് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ, കാരണം ഇത് സ്ട്രോങ് സപ്പോർട്ട് ആയിരുന്ന ഒരു ഏരിയ ആണ് മൊത്തം. അതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും അവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആണ് ആ ഒരു ട്രെൻഡ് ലൈനിൽ കൃത്യമായിട്ട്. ഇന്ന് മിക്കവാറും ഒരു ഡൗൺ ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ്, ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റ് അനുസരിച്ച് ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നിന്നൊരു സ്ട്രോങ് റിജക്ഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം എനിക്ക് തോന്നുന്ന ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു 3 ക്യാൻഡിൽ കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ടാണ് വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ. ഇന്നൊരു വലിയൊരു നെഗറ്റീവിലോട്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഡൗൺ ട്രെൻഡിലോട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അടുത്ത സപ്പോർട്ട്. 21,774, 21,672. നമുക്ക് ഡേറ്റ നോക്കാം. ക്യാഷ് മാർക്കറ്റ് ഇന്നലെ വളരെ വലിയൊരു ചെറിയ ഇതായിരുന്നു, ഒരു ഫ്ലാറ്റ് ആയിരുന്നു. ഏകദേശം 264 കോടിക്ക് DIs ബൈ ചെയ്തു. 485 കോടി നെറ്റ് സെല്ലിംഗ് ആണ്. ചെറിയൊരു 200 കോടി അടുപ്പിച്ച് സെല്ലിംഗ് ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് 3.34 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. 1.95 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും സെല്ലിംഗ് ആണ്. ഓക്കെ, ഫ്യൂച്ചേഴ്സ് കണ്ടിന്യൂ സെല്ലിംഗ് ആണ്. എഫേഴ്സ് പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രോയും ഏകദേശം ഒരു ഫ്ലാറ്റ് ആണ്. ഏകദേശം 39,000 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. കോൾ ഓപ്ഷൻ 3,321 ക്വാണ്ടിറ്റി സെല്ലിംഗ് ആണ് കോൾ ഓപ്ഷൻ. ക്ലൈന്റ് വലിയ രീതിയിൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. 3.87 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. 1.94 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ് ഡൗൺ. ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു റിക്കവറിക്ക് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർട്ടിലോട്ട് പോവാം. ഓക്കെ, ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു 15 മിനിറ്റ്സ് സോണിലാണ്. ഒരു 15 മിനിറ്റ്സിന്റെ സോണിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ വരികയോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് നോക്കുക. ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരു റിജക്ഷൻ സാധ്യത ഉണ്ടാവും. ഇവിടെ നിന്ന് സപ്പോസ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഈ തൊട്ട് മുകളിലുള്ള 15 മിനിറ്റ്സിന്റെ സോൺ നോക്കുക. 2 15 മിനിറ്റ്സിന്റെ സോൺ മുകളിലുണ്ട്. ഇതെനിക്ക് തോന്നുന്നു CPR കൂടെ വരുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഈ ഒരു ഏരിയ CPR കൂടെ വരുന്നതാണ്. അപ്പം ഇവിടെ നിന്ന്
ഇവിടെ നിന്ന് നല്ലൊരു റിജക്ഷന് സാധ്യതയുണ്ട്. മുകളിലോട്ട് കോൾ ഓപ്ഷൻ എടുക്കുന്നവര് ഈ ഒരു ഹൈ, ഇന്നലത്തെ ഹൈ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഹൈ ആണ് വരുന്നത്. കഴിഞ്ഞ ഇവിടെ ഒരു 3 ദിവസം റിജക്ഷൻ വന്നതാണ്, ഇവിടെ വീണ്ടും 3 ദിവസം റിജക്ഷൻ വന്നതാണ്. ആ ഒരു ഏരിയയിൽ നിന്നാണ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പം ഈ ഒരു ഏരിയ ബ്രേക്ക്ഔട്ട് കിട്ടാണ്ട് കോൾ ഓപ്ഷനോ അല്ലെങ്കിൽ ഫ്യൂച്ചർ മുകളിലോട്ട് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാനോ പാടില്ല. ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെന്റിന് സാധ്യതയുണ്ട്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു പ്രോ ഗ്യാപ്പാണിത്. ഇവിടെ ഇത്രയും ഒരു റെസിസ്റ്റൻസ് വന്നതിന് ശേഷം ഈ ഒരു റെസിസ്റ്റൻസിന് ശേഷം ഒരു ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ഗ്യാപ്പിലാണ് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഇതൊന്ന് PS ഡോ വയലേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്, 125 മിനിറ്റ്സിന്റെ ഈ ഒരു സോണ്. അപ്പം ഈ ഒരു ഏരിയ ഇപ്പോഴും നിൽക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് 22,670 700 റേഞ്ച് സ്ട്രോങ് ആയിട്ട് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രം മുകളിലോട്ട് നോക്കുക. അതുവരേക്കും മുകളിലോട്ട് ലോങ് എൻട്രി ഒന്നും നോക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. താഴോട്ട് ഇവിടെ ഒരു 15 മിനിറ്റ്സിന്റെ ഒരു സോൺ ഉണ്ട്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു സപ്പോർട്ടിന് സാധ്യതയുണ്ട്. സെൻസെക്സിലും സെയിം തന്നെയാണ്. സെൻസെക്സിലും ഇന്നലത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്ന ഒരു 15 മിനിറ്റ്സ് റേഞ്ച് ആണ്. അതിന്റെ തൊട്ട് മുകളിൽ നിഫ്റ്റിയിലുള്ളത് പോലെ തന്നെ 2 റെസിസ്റ്റൻസ് ഉണ്ട്. സെൻസെക്സിലും മുകളിലോട്ട് നോക്കുന്നവര് ഈ ഒരു ഗ്യാപ്പ് എനിക്ക് തോന്നുന്നു 74,900 75,000 അടുപ്പിച്ചിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പ് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും മുകളിലോട്ട് കയറിയാലും. അപ്പം 75,000 ഒക്കെ കൃത്യമായിട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് സെൻസെക്സിലും നോക്കാവൂ എൻട്രി. താഴോട്ട് ഇവിടെ ഒരു 125 മിനിറ്റ്സിന്റെ ആണ് ബോട്ടം വരുന്നത്. അവിടെ ആയിരിക്കും അടുത്തൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. എനിക്ക് തോന്നുന്നു അവിടെ ഒരുപാട് ക്യാൻഡിലുകൾ, ബേസ് ക്യാൻഡിലുകൾ വന്നിട്ടുണ്ട് 125 മിനിറ്റ്സ് ഓണിനകത്ത്. അപ്പം അവിടെ ഒരു സ്ട്രോങ് ഒരു റിജക്ഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് PS ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് താഴോട്ട് പോകുമ്പോഴത്തേക്കും. കാരണം സ്ട്രോങ് അല്ല ആ ഒരു സോൺ എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോവാം. ഇത് വൈഡ് CPR ആണ്. വൈഡ് CPR ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 491 തൊട്ട് 560 പോയിന്റിന്റെ CPR ആണ്. CPRന്റെ ടോപ്പിലാണ് ഞാനൊരു സോൺ വരച്ചിട്ടുള്ള, മുകളിലോട്ട് സോൺ വരച്ചിട്ടില്ല. കാരണം ഇവിടെ നിന്നൊരു സ്ട്രോങ് ഒരു റിജക്ഷൻ സാധ്യതയുണ്ട് മുകളിലോട്ട് പോയാലും. എങ്കിലും ഈ ഒരു 2 റേഞ്ച് നോക്കുക. 22,528, 22,553 റേഞ്ച് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ സാധ്യതയുണ്ട്. കാരണം CPR വിത്ത് ഇവിടുത്തെ ഒരു 15 മിനിറ്റ്സിന്റെ ഒരു സപ്ലൈ സോൺ ഉണ്ട്. അപ്പം മുകളിലോട്ട് പോയാലും ഇവിടെ നിന്നൊരു റിജക്ഷൻ ഉണ്ടാവും. ഈ ഒരു റേഞ്ച് താഴോട്ട് ഫസ്റ്റ് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളത് 22,393, 22,368. ഈ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടിയിട്ട് ഈ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു 200 പോയിന്റെങ്കിലും ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 22,275, 22,252 ആണ് ഫസ്റ്റ് സപ്പോർട്ട്. രണ്ടാമത്തെ സപ്പോർട്ട് 22,135, 22,119. ഈ ഒരു റേഞ്ചിൽ ഒരു വെർജിൻ CPR ഉണ്ട്, പഴയ ഒരു വെർജിൻ CPR ഉണ്ട് 22,100 അടുപ്പിച്ച്. അപ്പം അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ബ്രേക്ക്ഔട്ടും നോക്കുക. ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ട് എൻട്രി എടുക്കുക. ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ്സ് അനുസരിച്ച് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് വീഴാനുള്ള സാധ്യത ഉണ്ട് മാർക്കറ്റിൽ. നമുക്ക് സെൻസെക്സിന്റെ ലെവലിലൂടെ നോക്കാം. സെൻസെക്സിൽ നമ്മൾ ഇന്നലെ വരച്ചിട്ടുള്ള ആ ഒരു ലെവൽ തന്നെയായിരുന്നു മാർക്കറ്റ് അവസാനം സപ്പോർട്ട് എടുത്ത് നിന്നിട്ടുള്ളത്. സെൻസെക്സിലും ഒരു വൈഡ് CPR ആണെന്ന് തോന്നുന്നു. 74,204 തൊട്ട് 382 വരേക്കും ഏകദേശം 200 പോയിന്റ് അടുപ്പിച്ചിട്ടുള്ള CPR ആണ്. സെൻസെക്സിലും നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസിന് സാധ്യതയുണ്ട്. കാരണം CPRും ഇവിടുത്തെ ഒരു 15 മിനിറ്റ്സിന്റെ സപ്ലൈ സോണും ഉണ്ട്. താഴത്തെ റേഞ്ച് 73,843, 73,919. മുകളിലത്തത് 74,388, 74,408. അപ്പം ഈ ഒരു റേഞ്ച് താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
ഫസ്റ്റ് സപ്പോർട്ട് 73 572 73 519, രണ്ടാമത്തേത് 73 187 73 119. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. മാർക്കറ്റിൽ ഇന്ന് കൃത്യമായിട്ടൊന്ന് നോക്കുക. ചിലപ്പോൾ മാർക്കറ്റ് ഒരു ഗ്ലോബൽ മാർക്കറ്റിനെതിരെ മാർക്കറ്റ് പോകാനും സാധ്യതയുണ്ട്. കൃത്യമായിട്ട് SL വെച്ച് തന്നെ ട്രേഡ് ചെയ്യുക. മുകളിലോട്ട് നിഫ്റ്റിയിലും സെൻസെക്സിലും ഈ ലെവൽസ് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ മുകളിലോട്ടുള്ള ലെവൽസ് നമുക്ക് വരയ്ക്കാം. എനിക്ക് തോന്നുന്നില്ല ഇത് ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിലോട്ട് പോകുമെന്ന്. അപ്പോൾ ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി കൂടെയാണ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നമുക്ക് ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് തരാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.